ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സോളജി റെക്കോർഡ് എങ്ങനെ എഴുതാം അതിൻ്റെ ഡീറ്റെയിൽസാണ്. ഞാൻ ഡീറ്റെയിൽസ് എല്ലാം മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. മെയിനായിട്ട് കെമിസ്ട്രീൻ്റെ ഇട്ടപ്പോഴത്തേക്ക് ഞാൻ അതെല്ലാ ഡീറ്റെയിൽസും പറഞ്ഞിട്ടുണ്ട്, നോക്കുക. ആൻഡ് സോളജിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഞാനത് എഴുതിയേക്കുന്നത് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നില്ല, ഡ്രോയിങ്സ് മാത്രമേ കാണിക്കുന്നുള്ളൂ. കാരണം നിങ്ങൾക്ക് ഡ്രോയിങ് എങ്ങനെ ചെയ്യേണ്ടത് നമ്മൾ ഫോട്ടോ നോക്കുമ്പോൾ മനസ്സിലാകത്തില്ല. സോ ഡ്രോയിങ്ങിൻ്റെ എങ്ങനെയാണെന്നുള്ള ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഡ്രോയിങ് കാണിക്കുന്നത്. എഴുതിയേക്കുന്നത് ഇത് ഫുൾ പെൻസിൽ വെച്ച് എഴുതുന്നത് ആയതുകൊണ്ട് തന്നെയും ഞാൻ ഇത് കാണിച്ചാൽ നിങ്ങൾക്ക് എഴുതിയേക്കുന്നത് ക്ലിയർ ആവത്തില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ PDF അറ്റാച്ച് ചെയ്യുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനോ കമൻറ്റിലോ നോക്കാം. അതിൽ അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം, ഞാൻ എന്തായാലും റിപ്ലൈ തരും. അപ്പം നിങ്ങളങ്ങനെ ചോദിച്ചാൽ മതി. പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഡ്രോയിങ്സ് മാത്രമേ കാണിക്കുള്ളൂ. ലേബൽ ചെയ്യുന്നതും അതിനകത്ത് നോക്കുക കറക്റ്റായിട്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ ലേബലിങ്ങും കാണിച്ചിട്ടുണ്ട്, സോ ചെക്ക് ചെയ്യാം. ഇതിലും ഇൻഡെക്സ് നമ്മൾ നമ്മൾ റെക്കോർഡിൽ എഴുതുന്നതാണ് കല്ല് ഇൻഡെക്സ് എഴുതേണ്ടത്. അത് വേറെ ആയിരിക്കും, ടീച്ചർ പറയും. പിന്നെ ഡേറ്റ് കറക്റ്റായിട്ട് ഇടുക. ഇതിനാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങൾക്ക് സ്കൂളിൽ എഴുതിപ്പിച്ചപ്പോഴത്തേക്കും ഡേറ്റ് നമ്മൾ എഴുതി പോയില്ല. അപ്പോൾ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും ഭയങ്കര കൺഫ്യൂഷനായിട്ടുണ്ടായിരുന്നു. കാരണം ടീച്ചർ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, എന്നാലും നമ്മളും കൂടെ എഴുതണം, കാരണം കൺഫ്യൂഷൻ ആവണ്ടല്ലോ എന്നുള്ള രീതിയിൽ. അപ്പോൾ അത് ഡേറ്റും കൂടെ നിങ്ങൾ റഫ് ബുക്കിലാണ് എഴുതി പോകുന്നതെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യിപ്പിക്കുന്നതൊക്കെ നമ്മൾ പോയിൻറ്റ് ചെയ്യുന്ന റഫ് ബുക്കിലായിരിക്കും, റെക്കോർഡിലല്ല. റെക്കോർഡിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നും എഴുതാനില്ല. റെക്കോർഡ് നമ്മൾ നോക്കിയിട്ട് ആദ്യം എഴുതി വെക്കുക, അല്ലെങ്കിൽ അപ്പം എഴുതുന്ന സാധനങ്ങളാണ്. ചെയ്തിട്ട് എഴുതാനായിട്ടൊന്നും ഇല്ല ഇതിനകത്ത്. അപ്പം നമ്മൾ ഡേറ്റ് മാത്രം പോയിൻറ്റ്സ് പഠിക്കാനുള്ള പോയിൻറ്റ്സ് റഫിൽ എഴുതുന്നത് നമ്മൾ. അപ്പോൾ അത് അതിനകത്ത് ഡേറ്റും കൂടെ എഴുതി വെക്കുക. ഇൻഡെക്സ് ലാസ്റ്റ് നമ്മൾ എഴുതുക. അപ്പം നോക്കി എഴുതുക. അവിടെയും സീലൊക്കെ ഉണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തുക, കാണിക്കാൻ നേരത്തെ ലാസ്റ്റ്. സീൽ ചെയ്യിക്കാനായിട്ട് നമ്മൾ ഡിഫറെൻറ്റ് ഡേ ആയിരിക്കും, സൈൻ ചെയ്യുന്ന ഡേ അല്ല സീൽ ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കാണും, ഓരോന്നും ഡിഫറെൻ്റ് ആയിരിക്കും. ഇതിൽ ഫുള്ള് പെൻസിൽ പേന നമ്മൾ ഉപയോഗിക്കാതിരിക്കാൻ നോക്കുക. ബോട്ടണിയിൽ പറയുമ്പോൾ നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും പേന വെച്ച് എഴുതുന്നുണ്ട്. പക്ഷേ സോളജി ഫുള്ള് നമ്മൾ പെൻസിലാണ്. ഡ്രോയിങ്സ് എല്ലാം നല്ല ഡ്രോയിങ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ ആ യൂസ് ചെയ്യുന്ന പെൻസിൽ നല്ല ഡാർക്ക്, ഇപ്പം എക്സ്ട്രാ ഡാർക്കോ അങ്ങനെ അപ്സരയുടെ എക്സ്ട്രാ ഡാർക്കോ അങ്ങനെയൊക്കെ നല്ല പെൻസിൽസ് ഉണ്ട്, അത് നോക്കിയിട്ട് വാങ്ങുക. അതുപോലെ ഈ സ്മഡ്ജ് പ്രൂഫ് ആയിട്ടുള്ള വാങ്ങുക. ചില പെൻസിൽ ചിലപ്പോൾ ഡാർക്ക് എന്ന് പറഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട് സ്മഡ്ജ് ആവുന്ന, പേപ്പർ ഫുൾ ആ ഒരു ഇതാവുന്ന പെൻസിൽസ് ഉണ്ട്, അങ്ങനെയുള്ളത് വാങ്ങാതിരിക്കുക. തൊടുമ്പോഴത്തേക്ക് ആ പെൻസിലാവുന്ന പേപ്പർ വരച്ച് കഴിയുമ്പോഴത്തേക്ക് സ്മഡ്ജ് ആവരുത്, അങ്ങനെയുള്ള സ്മഡ്ജ് പ്രൂഫ് നോക്കി വാങ്ങുക. നമ്മളവിടെ നിന്ന് തന്നെ പെൻസിൽ വാങ്ങുമ്പോഴത്തേക്ക് അപ്സരയുടെ അങ്ങനെ സ്മഡ്ജ് ആവത്തില്ല എന്നുള്ളതാണ് എൻ്റെ ഇത്. അങ്ങനെയുള്ള ചില പെൻസിൽസ് ഉണ്ട്, ഞാൻ ഒരെണ്ണം വാങ്ങിച്ചത്, എനിക്ക് ഓർമ്മയില്ല കറക്റ്റ്, അങ്ങനെ സ്പ്രെഡ് ആവും. സോ അത് അങ്ങനത്തെ വാങ്ങാതിരിക്കും. നിങ്ങൾക്ക് പെൻസിൽ ഇഷ്ടമുള്ളൊരു പെൻസിൽ ഉണ്ടെങ്കിൽ നല്ല ഡാർക്കായിട്ടുള്ളതാണെങ്കിൽ അത് വെച്ച് തന്നെ വരയ്ക്കുക. എല്ലാം ഒരു പെൻസിൽ വെച്ച് തന്നെ വരയ്ക്കുക, ഡിഫറെൻറ്റ് കളറാക്കുക. പിന്നെ ഷെയ്ഡ് ചെയ്യാനുള്ള ഷെയ്ഡാക്കുക. പിന്നെ ഒരു കാര്യം, ഞാൻ അതിനകത്ത് റാബിറ്റിൻ്റെ വരച്ചത് ഭയങ്കര വലുതായിട്ട് പേപ്പർ നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ അത് വരച്ചത്. അങ്ങനെ വരച്ച് പോയപ്പം അങ്ങനെ ആയിപ്പോയതാണ്. പക്ഷെ നിങ്ങൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ കുറേ ചെറുതുമാക്കരുത്, എന്നാൽ ഭയങ്കര പേപ്പർ നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ വരയ്ക്കുക. മിനിമം ഒരു അകത്ത് നിൽക്കുന്ന രീതിയിൽ വരയ്ക്കുക, അത്രയും ചെറുതാവരുത്. നമുക്കറിയാമല്ലോ ആ ഒരു ഐഡിയയിൽ വരയ്ക്കുക. വരച്ച് തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കുക, ഇത് വലുതായി പോകുന്നുണ്ടോ അല്ലെങ്കിൽ ചെറുതാവുന്നുണ്ടോ എന്ന് നോക്കി വരയ്ക്കുക. ഭയങ്കര ഇറുക്കി അങ്ങോട്ട് വരയ്ക്കരുത്, കാരണം പിന്നെ നമുക്ക് മായ്ക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ തന്നെ പറ്റത്തില്ല. സിമ്പിളായിട്ട് ഔട്ട്ലൈൻ കൊടുത്തിട്ട് നമ്മൾ നമുക്ക് വരയ്ക്കാം. നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയത്തില്ല, ചിലവരൊക്കെ സോളജി ബോട്ടണി കൊടുത്തു വരപ്പിക്കുന്നുണ്ട്. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന വെച്ച് കൊടുത്തു അല്ലെങ്കിൽ അങ്ങനെ വരപ്പിക്കും. പക്ഷേ നിങ്ങൾക്ക് ഒരുവിധം വരയ്ക്കും. ഇപ്പം ഭയങ്കര ഡ്രോയിങ് എന്ന് പറയുന്നത് നീറ്റ്നെസ്സാണ്, ഞാൻ പറഞ്ഞില്ല, എല്ലാത്തിലും നീറ്റ് നോക്കുന്നതുകൊണ്ട് ഡ്രോയിങ്ങും അങ്ങനെയാണ്. ഒരുവിധം നമുക്ക് ലേബിൾ ചെയ്യുന്നതെല്ലാം കറക്റ്റായിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റും ആ ഡ്രോയിങ്ങിലെന്നുണ്ടെങ്കിൽ അത് മതി, സ്വന്തമായിട്ട് വരയ്ക്കുക. പിന്നെ ഒരു ടിപ്പെന്ന് പറഞ്ഞാൽ, വേണമെങ്കിൽ നമ്മളിപ്പം വലിയ ടാബിലൊക്കെയാണ് നിങ്ങൾ നോക്കി വരയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ടാബ് വെച്ചിട്ട് ഒരു ഇരുട്ടുള്ള സ്ഥലത്തിരുന്നിട്ട് ആ പേപ്പർ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്ക് ഔട്ട്ലൈൻ വരയ്ക്കാം. എന്നിട്ട് നമുക്ക് സ്വന്തമായിട്ട് നോക്കി വരയ്ക്കാം. ഇപ്പോൾ ഒരു ഔട്ട്ലൈൻ കിട്ടും, മനസ്സിലായി? ആ ഒരു ടിപ്പ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ ടീച്ചേഴ്സ് റീഡ്രോ തരുവാണെങ്കിൽ നിങ്ങൾ റീഡ്രോ ചെയ്തിട്ട് തന്നെ കൊണ്ട് കാണിക്കണം, അല്ലാണ്ട് കൊണ്ട് കാണിക്കരുത്. റീഡ്രോ പറയുന്നതെല്ലാം കുറച്ച് മിസ്റ്റേക്സ് ഉള്ളതുകൊണ്ടായിരിക്കും. മിസ്റ്റേക്സ് ചില ടീച്ചേഴ്സ് പറഞ്ഞു തരും, അല്ലെങ്കിൽ ഫുൾ റീഡ്രോ ആണെങ്കിൽ ഫുൾ റീഡ്രോ തന്നെ ചെയ്യണം. പിന്നെ റെക്കോർഡ് കാര്യം പറയുമ്പോൾ എനിക്ക് സങ്കടമുള്ള കാര്യം എന്ന് വെച്ചാൽ അതിനകത്ത് ലാസ്റ്റ് ആണിരിക്കുന്ന കാര്യമാണ്. അതൊരു സങ്കടം, കാരണം നമ്മൾ കഷ്ടപ്പെട്ട് വരച്ചിട്ട് ലാസ്റ്റ് അതൊരു സങ്കടമാണ്. പക്ഷെ അപ്പം നമ്മൾ ഈ റെക്കോർഡൊക്കെ ഇതിങ്ങനെങ്കിലും തീർന്നാൽ മതി പഠിക്കുന്ന ആ സമയത്ത്. പക്ഷെ പിന്നെ നമുക്കൊരിതാ മിസ് ചെയ്യും നമ്മൾ, കാരണം നല്ലൊരു ആ സമയത്തെന്ന് പറഞ്ഞാൽ നമുക്ക് റെക്കോർഡിൻ്റെ കാര്യം അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. പക്ഷെ ഫസ്റ്റ് കഴിയുമ്പോഴത്തേക്കും
അതൊക്കെ നമുക്ക് ഭയങ്കര മിസ് ചെയ്യും. കാരണം ഭയങ്കര റെസ്പോൺസിബിലിറ്റീസ് ആവും. പിന്നെ നമ്മൾ അടുത്ത് എന്തെടുക്കണം എന്നുള്ള ടെൻഷൻ, അങ്ങനെ പല പല ടെൻഷൻസ് കാണും. അതപ്പോൾ നമുക്ക് മിസ് ചെയ്യും. കാരണം വേറെ ഒരു പരിപാടിയില്ല, സ്കൂളിലേക്ക് പോകാൻ പഠിക്കുക ഒക്കെയല്ലേ ഉള്ളൂ. പിന്നെ എനിക്ക് നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ പഠിക്കുന്ന ടൈമിൽ പഠിക്കുക. കാരണം സ്കൂളിൽ പോയിട്ട് നമ്മൾ പഠിക്കാതെ ചിലവർക്ക് ഭയങ്കര മടിയൊക്കെ ആയിരിക്കും പഠിക്കാനായിട്ട്. വരയ്ക്കണം, പഠിക്കണം. പക്ഷെ നിങ്ങൾ ഒരു ഇത് ഈ +2 കഴിഞ്ഞിട്ട് ഭയങ്കര പാടായിരുന്നു. 10th നിന്ന് +1 വരുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ +2 കഴിഞ്ഞിട്ട് +1 ആണ് ടഫ് കുറച്ചും കൂടെ. കാരണം കുറേ ഇക്വേഷൻസ്. പക്ഷേ +1 നല്ലപോലെ പഠിച്ചാലേ നിങ്ങൾക്ക് +2 പഠിക്കാൻ പറ്റത്തുള്ളൂ. മാത്സ് ആയാലും ഇക്വേഷൻസ് എല്ലാം അതിനകത്ത് നിന്ന് പഠിക്കണം. +1 പഠിച്ചാലേ നിങ്ങൾക്ക് +2 ഈസി ആകത്തുള്ളൂ. അപ്പം നിങ്ങൾ +1 +2 വരുമ്പോൾ നിങ്ങൾ സത്യം പറഞ്ഞാൽ ഡിസ്ട്രാക്ഷൻസ് ആണ് പ്രോബ്ലം. നിങ്ങൾക്ക് അല്ലാണ്ട് പഠിക്കാൻ പറ്റാത്തതല്ല. നിങ്ങൾ ഇഷ്ടപ്പെട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പഠിച്ചു പോകും. നിങ്ങൾ ഭയങ്കരമായിട്ട് പെർഫെക്ഷൻ നോക്കണ്ട. നിങ്ങൾ പഠിക്കാൻ പറ്റുന്ന പഠിച്ചാൽ മതി, നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഒരുവിധം ട്രൈ ആയി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കുറച്ച് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ആലോചിച്ചു, നമ്മൾ കുറച്ച് പഠിക്കാതിരിക്കും, നമുക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടല്ലോ എക്സാം ടൈമിൽ. അപ്പോൾ നിങ്ങളിന്ന് പഠിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരുവിധം അതിനെപ്പറ്റി അറിയാം. പിന്നെ നമ്മൾ കുറച്ച് എക്സാംസ് എഴുതി, അപ്പോൾ നമ്മൾ റിപ്പീറ്റായിട്ട് കണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ആൻസർ അറിയാമായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്ക് അറിയാം. അങ്ങനെ മനസ്സിലാവും, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. പിന്നെ എക്സാംസ് എഴുതി പ്രാക്ടീസ് ചെയ്യുക കൂടുതലും. ക്വസ്റ്റ്യൻസിലൂടെ പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. നിങ്ങൾ ആദ്യം സംഭവം മനസ്സിലാക്കുക, പിന്നെ ക്വസ്റ്റ്യൻസ് നോക്കുക. അങ്ങനെ ഇതിപ്പോൾ റെക്കോർഡ് പറഞ്ഞിട്ട് സ്റ്റഡി ടിപ്പായി, എന്നാലും കുഴപ്പമില്ല. ഇതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് സ്റ്റഡി ടിപ്സ് ഓരോ സബ്ജക്റ്റിൻ്റെ അങ്ങനെയൊക്കെ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് എന്താണെങ്കിലും നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ ചെയ്യും. വീഡിയോസ് ലെങ്തി ആവുമെന്ന് എനിക്കറിയത്തില്ല. കാരണം റെക്കോർഡ് ചെയ്യുമ്പോഴത്തേക്കും ഇപ്പോൾ തോന്നുന്നു കുറേ കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട് തന്നെയും ലെങ്തി ആവാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് റെക്കോർഡിന് മാത്രം ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാം അറിയാം. നിങ്ങൾക്ക് റെക്കോർഡിന് അങ്ങനെയാണെങ്കിൽ നിങ്ങളിത് കണ്ടിട്ട് പോയാൽ മതി. ഫസ്റ്റ് പറയേണ്ടതായിരുന്നു. നിങ്ങൾ ഇതുവരെ കാണുന്നുണ്ടെങ്കിൽ റെക്കോർഡിന് മാത്രമാണെങ്കിൽ റെക്കോർഡ് ഉണ്ട്. പിന്നെ ഒന്നും അറിയാത്തവരാണെങ്കിൽ ഇത് ഫുള്ള് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്, ഫുള്ള് കാണുക. കാരണം അപ്പോൾ നിങ്ങൾക്ക് നല്ല മനസ്സിലാവും. നിങ്ങൾക്ക് ടൈം ഇപ്പോൾ നിങ്ങൾ ഫ്രീ ടൈമിലൊക്കെ ആണെങ്കിൽ നിങ്ങളിന്ന് കാണുക ഫുള്ള്. ചില സമയത്ത് ഇപ്പം ഞാൻ തന്നെ വീഡിയോസ്, ഇപ്പോൾ ഞാൻ യൂട്യൂബിലെ വീഡിയോസും ടിപ്സൊക്കെ കാണും. അപ്പോൾ ഞാനിങ്ങനെ ചിലതൊക്കെ സ്കിപ്പ് ചെയ്യും. ചില സമയത്ത് ഈ ഫ്രീ ഉള്ള ടൈം ആണെങ്കിൽ ഞാൻ ഇത് ഫുള്ള് കാണും. അപ്പോൾ നമ്മൾ കുറേ ടിപ്സും കുറേ നമുക്ക് യൂസ്ഫുൾ കാര്യം കിട്ടും. അപ്പോൾ ഞാൻ ആലോചിക്കും, പിന്നെ ഇതൊക്കെ സ്കിപ്പ് ചെയ്ത് കണ്ടിരുന്നെങ്കിൽ ഇത് വല്ലതും കിട്ടില്ല. അങ്ങനെ നമ്മൾ കുറേ യൂട്യൂബിൽ സത്യം പറഞ്ഞാൽ കുറേ നല്ല നല്ല ടിപ്സ് ഉണ്ട്. നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ ആ സമയത്തിരുന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് യൂസ്ഫുൾ ആകും. പിന്നെ സോളജിയുടെ എന്ന് പറഞ്ഞാൽ സോളജി മോഡലിന് ആയാലും 2 സൈഡിലും പ്ലെയിൻ ആയിട്ടുള്ള പേപ്പറായിരിക്കും. അപ്പോൾ നിങ്ങൾ പറയുന്നതനുസരിച്ച് നിങ്ങൾ ഡ്രോയിങ് മിക്കവാറും റൈറ്റ് സൈഡിൽ ബുക്കിൻ്റെ ആണ് പറയുന്നത്, റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലായിരിക്കും എഴുതാനുള്ളതും തരുന്നത്. അങ്ങനെയാണ്. പിന്നെ ലാസ്റ്റിലോട്ട് വരുമ്പോൾ ചിലപ്പം മറ്റേ ടെസ്റ്റ് ഓഫ് സ്റ്റാർച്ചും അങ്ങനെയുള്ളതൊക്കെ വരുമ്പോഴത്തേക്കും അതിനകത്ത് ഡ്രോയിങ് ഇല്ലല്ലോ. അപ്പം നമുക്ക് ലെഫ്റ്റ് സൈഡിലൊന്നും കാണില്ല, റൈറ്റിലായിരിക്കും എഴുതേണ്ടത്. ഇപ്പോൾ ഒരു സൈഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പുറത്തെ പേജിൻ്റെ റൈറ്റിൽ തന്നെ എഴുതാൻ നോക്കണം, അല്ലാണ്ട് ഇപ്പുറത്തോട്ട് എഴുതി വെക്കരുത്. നമുക്ക് PDF എങ്ങനെയാണ് കിടക്കുന്നത് അതേപോലെ അങ്ങ് എഴുതിയാൽ മതി. ഡൗട്ടുള്ള ചോദിക്കും. പിന്നെ ചിലതിൽ ലങ്സ് ഇൻക്ലൂഡ്, ചില സ്കൂളുകളിൽ ലങ്സ് എഴുതാൻ പറയത്തില്ല, അല്ലെങ്കിൽ വേണ്ടി വരും. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും പറയുന്ന ഡ്രോയിങ്സ് അല്ലെങ്കിൽ ഡയഗ്രാംസ് വരയ്ക്കാം, അതിൻ്റെ എഴുതാം. പിന്നെ എക്സ്പെരിമെൻസും അതുപോലെ തന്നെ എഴുതണം. അങ്ങനെ തന്നേക്കുന്നതിൽ ഡ്രോയിങ് എല്ലാം കറക്റ്റായിട്ട് വരയ്ക്കുക. ഷെയ്ഡ് ചെയ്യാമെന്ന് കറക്റ്റായിട്ട് ഷെയ്ഡ് ചെയ്യാൻ അറിയാവുന്നവർ മാത്രം ഷെയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ അത് കുളമാകും. ഷെയ്ഡ് ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ വരച്ച് മാത്രം വെക്കുക. പിന്നെ നമ്മൾ എഴുതുമ്പോൾ സ്പെല്ലിങ്സൊക്കെ കറക്റ്റാണോ നോക്കുക. അതിനകത്ത് കുറച്ച് സ്പെല്ലിങ്സൊക്കെ നമ്മൾ PDF ടീച്ചർ തരുന്നതിലൊക്കെ മിസ്റ്റേക്സ് കാണും. ഒന്നെങ്കിൽ ടീച്ചർ അത് പറയും, അല്ലെങ്കിൽ നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് എഴുതുക. കാരണം ഇപ്പം എൻ്റെ ഞാൻ മിസ്റ്റേക്സ് ആദ്യം ടീച്ചർ പറഞ്ഞെല്ലാം ക്ലിയർ ആക്കി, അല്ലാണ്ട് ടീച്ചർ തന്ന PDF മിസ്റ്റേക്സ് എല്ലാം ടീച്ചർ പറഞ്ഞായിരുന്നു. അല്ലാണ്ട് ഞാൻ എഴുതിയതിൽ ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ബൈയുറേറ്റിനകത്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒക്കെ എക്സ്ട്രാ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്പെല്ലിംഗ് നോക്കുക. BIURAT ആണ്, ഞാൻ TE എന്നും കൂടെ എഴുതി ലാസ്റ്റ്. അപ്പോൾ അങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉണ്ടായി, അതേ ഉള്ളായിരുന്നു. പിന്നെ അതിൻ്റെ തന്നെ സാമ്പിൾ Bയിൽ വരുമ്പോഴത്തേക്കും 20% വേണ്ടായിരുന്നു, ഞാൻ അതും കൂടെ എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ 2 മിസ്റ്റേക്സാണ്. ടീച്ചറെ പറഞ്ഞില്ല, ഞാനും അത് ശ്രദ്ധിച്ചില്ല. അങ്ങനെ ശ്രദ്ധിക്കുക, എപ്പോഴും അവെയറായിട്ടിരിക്കുക. പിന്നെ ഒരു ടിപ്പെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ ഫോണിൻ്റെ പുറത്ത് വെച്ചിട്ട് അങ്ങനെ വരയ്ക്കുന്ന ടിപ്പുണ്ട്.
അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് അകത്ത് കൊടുത്ത് വരപ്പിക്കാൻ വയ്യാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യമാണ് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഈ പ്രിൻ്റ് എടുത്തിട്ട് ഇപ്പോൾ നമുക്ക് ആ വരയ്ക്കേണ്ട ഒരു ഇതിൽ വെച്ചിട്ട് നമ്മൾ പ്രിൻ്റ് എടുത്തിട്ട് അതിൻ്റെ പുറത്തൂടെ വരച്ചിട്ട് നമുക്ക് ബാക്കിലോട്ട് ഷേഡ് കിട്ടും, ലൈൻ കിട്ടും. അപ്പോൾ അതിനകത്ത് ഔട്ട്ലൈൻ കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് വരയ്ക്കും. അങ്ങനെ കുറേ ടിപ്സ് ഉണ്ട്. ഇത് രണ്ടും മെയിനായിട്ട് ഞാൻ ട്രൈ ആക്കി നോക്കിയിട്ടുണ്ട്. ഇതിൽ റെക്കോർഡിന് വേണ്ടിയിട്ടില്ല, റെക്കോർഡിന് ഞാൻ ട്രൈ ആക്കിയില്ല. അല്ലാണ്ട് നമ്മൾ പറയുമ്പോൾ കേൾക്കുമ്പോഴത്തേക്കും ട്രൈ ആക്കി നോക്കുമല്ലോ, അങ്ങനെ നോക്കിയിട്ടുണ്ട്. വർക്കാവുന്ന സംഭവം കേട്ടോ. അപ്പോൾ നമ്മൾ സോളജിയുടെ എത്ര ഉള്ളൂ, ഞാൻ എല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കുക. ഇതിനകത്ത് പിന്നെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ മറ്റേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഓക്കെ, ബൈ.